ഗൈസ്, ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ സർജറിയുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അനസ്തേഷ്യ എടുത്ത ശേഷം കുഞ്ഞിപ്പെണ്ണ് ഒരു ദീർഘമയക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. ആള് നല്ല മയക്കത്തിലായപ്പോഴേക്കും ഇവളുടെ പിന്നിലെ രണ്ട് കാലുകളും ഈ ഒരു പൊസിഷനിൽ കെട്ടിയിടുവാണ് കേട്ടോ. ഇതിനുശേഷം ഇവളുടെ മുന്നിലെ രണ്ട് കാലുകൾ കൂടി ഈ ഒരു രീതിയിൽ ടൈ ചെയ്ത് കഴിഞ്ഞാൽ സർജറിക്ക് വേണ്ട കറക്റ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. സർജറിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആ ഒരു ഏരിയയിലെ രോമങ്ങൾ മൊത്തം റിമൂവ് ചെയ്തിരിക്കണം എന്നതാണ്. രോമങ്ങളെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായി ആ ഒരു ഏരിയ മൊത്തം അയോഡിൻ ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന അയോഡിൻ സൊല്യൂഷനിലേക്ക് സ്പിരിറ്റ് സ്പ്രേ ചെയ്ത ശേഷം ഇവിടെ മൊത്തം തുടച്ചെടുക്കുവാണ് കേട്ടോ. ഇതിനിടയ്ക്കായി ഇവൾക്ക് ബോധം വരുന്നതനുസരിച്ച് ചെറിയ ഡോസിൽ അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. സർജറി ഡ്രേപ്പ് എടുത്ത് ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നതോടെ ഇവളുടെ ബോഡി സർജറിക്ക് വേണ്ടി സെറ്റ് ആണ്. ഈ ഒരു ടേബിളിന് അടുത്തായി തന്നെ സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതിന്റേതായ ഒരു രീതിയിൽ നിരത്തി വെച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. സർജറി ടൈമിൽ നമ്മൾ എന്തായാലും ഇതിന്റെ അലൗഡ് അല്ല കേട്ടോ. ഈ സർജറിയിൽ കുഞ്ഞിപ്പെണ്ണിന്റെ ഓവറിയും യൂട്രസും റിമൂവ് ചെയ്യാനായി പോവുകയാണ്. ഡോഗിനെ പ്രസവിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു പ്രോസസ് കണ്ടക്ട് ചെയ്യുക എന്നതാണ്. ഫീമെയിൽ ഡോഗിന് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏജ് ചെല്ലുന്തോറും യൂട്രസിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും സർജറി കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഇവൾക്ക് ചെറിയ രീതിയിലുള്ള ബോധം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇവൾക്ക് കൊടുക്കേണ്ട മെഡിസിനും കെയറും എല്ലാം നല്ല രീതിക്ക് ഇവിടുത്തെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് എന്തായാലും സർജറി കഴിഞ്ഞ് ഡബിൾ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ സർജറി കഴിഞ്ഞ് വർക്കല മരക്കടമുക്കിലുള്ള ഡോക്ടർ ടെൽസിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. കാറിന്റെ സീറ്റിലേക്ക് കിടത്തിയപ്പോ ആശാത്തി വീണ്ടും ഒരു മയക്കത്തിലേക്ക് പോയെങ്കിലും വീടെത്തിയപ്പോഴേക്കും ആശാത്തിക്ക് വീണ്ടും ബോധം തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഇവളെ കിടത്താൻ പോകുന്നത് തൊട്ടടുത്ത് നമ്മുടെ സിറ്റ് ഔട്ടിലാണ്. ഇവൾക്ക് വേണ്ട മെഡിസിനും ഫുഡും എല്ലാം നാളെ തൊട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആശാത്തി നല്ല മിടുക്കി കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ.